നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് എന്താണ് ഡിഫോമേഷൻ. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 356 ആണ് ഡിഫമേഷനെ പറ്റി പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ആക്ട് ആയിട്ടുള്ള IPC സെക്ഷൻ 499 to 502 ആണ് ഡിഫമേഷനെ പറ്റി പറയുന്നത്. ഇനി സിമ്പിളായിട്ട് ഡിഫമേഷൻ എന്താണെന്ന് വെച്ചാൽ, ഒരാള് വേറൊരാളെ പറ്റി മൂന്നാമത്തെ ഒരാളോട് ഒരു മോശപ്പെട്ട ഒരു കാര്യം പറയുന്നു വിത്ത് ദ ഇന്റൻഷൻ ടു ഹാം ഹിസ് റെപ്യൂട്ടേഷൻ. ആ ഒരു പറയുന്ന കാര്യത്തിനെ ആണ് നമ്മൾ സിമ്പിളായിട്ട് ഡിഫമേഷൻ അല്ലെങ്കിൽ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എസെൻഷ്യൽസ് ഓഫ് ഡിഫമേഷൻ എന്തൊക്കെയാണെന്ന് കാണാം. ഒന്നാമത്തേതായിട്ട് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ഇനി ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഓറലി ആയിരിക്കണം, അല്ലെങ്കിൽ റിട്ടൺ ആയിരിക്കണം, അല്ലെങ്കിൽ ജസ്റ്റിസ് ആയിരിക്കണം. ഇനി രണ്ടാമത്തെ എസെൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയുന്ന ഈ ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് വേറൊരാളെ പറ്റി പറഞ്ഞതായിരിക്കണം. അടുത്ത എസെൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വേറൊരാളുടെ റെപ്യൂട്ടേഷനെ ഹാം ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എസെൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആ ആളെ, അതായത് ആർക്കെതിരെയാണോ പറയുന്നത് ആ ആളെ പൂർണ്ണമായിട്ടും ആളുടെ റെപ്യൂട്ടേഷനെ ഹാം ചെയ്യാൻ എന്ന ഉദ്ദേശത്തോടു കൂടി, പ്യുവർ ഇന്റൻഷൻ ടു ഹാം ദ റെപ്യൂട്ടേഷൻ ഓഫ് ദി അതർ പേഴ്സൺ, ആ ഉദ്ദേശത്തോടു കൂടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒരു ഡിഫോമേറ്ററി അല്ലെങ്കിൽ ഒരു ഡിഫോമേഷന് മെയിൻലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഫോമേഷൻ എന്ന് നോക്കാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിഫോമേഷൻ ഉണ്ടെന്ന് നോക്കാം. മെയിൻലി 2 ടൈപ്പ് ഓഫ് ഡിഫോമേഷൻ ഉണ്ട്. ഒന്നാമത്തേത് ലിബൽ, രണ്ടാമത്തേത് സ്ലാൻഡർ. ലിബലിനെ പറ്റി പറയുകയാണെങ്കിൽ, ലിബൽ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഫോം ഓഫ് ഡിഫോമേഷൻ ആണ് ലിബൽ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേറൊരാളെ പറ്റി ഒരു അപകീർത്തിപ്പെടുത്താനുള്ളൊരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായ്ക്കപ്പെടാൻ കുറച്ച് പാടാണല്ലോ, അല്ലെങ്കിൽ പ്രയാസമാണല്ലോ. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ലിബലായിട്ട് കണക്കാക്കുന്നത്. ഇനി സ്ലാൻഡർ എന്ന് പറയുന്നത് നോൺ പെർമനന്റ് ഫോം ഓഫ് ഡിഫോമേഷനെയാണ് നമ്മൾ സ്ലാൻഡർ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരാളെ പറ്റി ഒരു ഡിഫോമേറ്ററി സ്റ്റേറ്റ്മെന്റ് നമ്മൾ വാക്കുകൊണ്ട് പറയുന്നു, ആ ഒരു ഡിഫോമേഷനെയാണ് നമ്മൾ സ്ലാൻഡർ എന്ന് പറയുന്നത്. ഇനി ചില കാര്യങ്ങൾ ഡിഫോമേഷനായിട്ട് മാറുന്നു. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു, വേറൊരാള് ഈ മരിച്ച വ്യക്തിയെ പറ്റി ഭയങ്കരമായിട്ടുള്ളൊരു മോശപ്പെട്ട കാര്യം പറയുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ആള് മരിച്ചു പോയല്ലോ എന്നൊരു കാര്യം വിചാരിച്ച് നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇപ്പോൾ ആള് ജീവനോടുണ്ടായിരുന്നെങ്കിൽ ആ ആളുടെ റെപ്യൂട്ടേഷനെ അത് എന്തുമാത്രം ബാധിക്കുന്നുവോ, അതുകൂടാതെ തന്നെ ഈ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആ ആളുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ആ ആളുടെ വീട്ടിലുള്ളവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവോ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ഡിഫോമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഇനി രണ്ടാമതായിട്ട് ഒരു വ്യക്തി, ഒരു കമ്പനിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ പറ്റിയോ അല്ലെങ്കിൽ എന്ത് ഗ്രൂപ്പിനെ തന്നെ ആയിക്കോട്ടെ, അവരുടെ റെപ്യൂട്ടേഷൻ ഹാം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്നു. അതും ഒരു ഡിഫോമേഷനാണ്. ഇനി മൂന്നാമതായിട്ട്, ഇപ്പം നമ്മൾ വേറൊരാളെ പറ്റി ചുമ്മാ കളിയാക്കി പറഞ്ഞാലോ, ഒരു ഐറോണിക്കലി പറഞ്ഞാലോ, ആ ആളുടെ അങ്ങനത്തെ പറയുന്ന കാര്യങ്ങൾ ആ ആളുടെ റെപ്യൂട്ടേഷനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ് എങ്കിൽ ആ ഒരു കാര്യവും ഡിഫോമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നു. അതും ഡിഫമേഷനാണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഡിഫമേഷന്റെ എക്സെപ്ഷൻസ് എന്ന് കാണാം. അതായത് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിഫമേഷൻ എന്ന സെക്ഷന്റെ പരിധിയിൽ വരാത്തത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഇംപ്യൂട്ടേഷൻ ഓഫ് ട്രൂത്ത് ഫോർ പബ്ലിക് ഗുഡ്. അതായത് നമ്മളിപ്പം ഒരു സത്യസന്ധമായ ഒരു കാര്യം പറയുക, അത് പബ്ലിക്കിന്റെ ഗുഡിനും കൂടെ വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന് ബെനഫിറ്റ് ചെയ്യും എന്നും വേണ്ടി കണ്ടിട്ടാണ്. അങ്ങനത്തെ ഉള്ള സ്റ്റേറ്റ്മെന്റും ഒന്നും നമ്മുടെ ഈ ഡിഫമേഷൻ എന്ന സെക്ഷന്റെ പരിധിയിൽ വരത്തില്ല, അല്ല എങ്കിൽ ഡിഫമേഷനായിട്ട് കൺസിഡർ ചെയ്യത്തില്ല. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ഡോക്ടർ
ആ ഡോക്ടറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു, ആ ഡോക്ടർ മാൽ പ്രാക്ടീസ് നടത്തി ലൈസൻസ് ക്യാൻസൽ ചെയ്തു. സോ അങ്ങനത്തെ സാഹചര്യം വരുവാണെങ്കിൽ ഒരാൾ പറയുക ഈ ഡോക്ടറിന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു, ഈ ഡോക്ടർ കുറച്ച് മാൽ പ്രാക്ടീസ് നടത്തി, അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ ട്രൂത്ത് പറയുക, സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയുക. അതെന്തിനും കൂടെ വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന് ബെനിഫിറ്റ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും ഒരു ഡിഫമേഷനായിട്ട് മാറത്തില്ല. ഇനി രണ്ടാമത്തെ ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഫെയർ ക്രിറ്റിസിസം ഓഫ് പബ്ലിക് സെർവൻസ്. നമുക്ക് നമ്മുടെ പബ്ലിക് സെർവൻസിനെ ഫെയർ ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യാം, അതൊരു ഡിഫമേഷനായിട്ട് കണക്കാക്കത്തില്ല. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പത്രത്തിൽ ഒരു ജേർണലിസ്റ്റ് ഇങ്ങനെ എഴുതി, ഇതുപോലെ കഴിഞ്ഞ ദിവസം നടന്ന റയോട്ടിൽ ഇതുപോലെ പോലീസുകാർക്ക് വേണ്ട രീതിയിൽ ക്രൗഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നൊരു കാര്യം ഈ ജേർണലിസ്റ്റ് തൻ്റെ പത്രത്തിൽ എഴുതുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറത്തില്ല. അടുത്ത ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കമന്റ് ഓൺ കേസസ്. അതായത് ഒരു കേസ് അതിന് ട്രയലൊക്കെ കഴിഞ്ഞു, അത് ഡിസൈഡ് ചെയ്തു, അപ്പോൾ നമ്മളിങ്ങനെ പറയുക, ആ കേസിനകത്ത് ആ സാക്ഷി പറഞ്ഞത്, ആ ഒരു വിറ്റ്നസ് പറഞ്ഞത് കള്ളസാക്ഷി ഇങ്ങനെ പറഞ്ഞു എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് അതൊരു ഡിഫമേഷനായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ല. ഇനി അടുത്ത ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ലിറ്റററി ക്രിറ്റിസിസം. അതെന്താന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പം സിനിമയൊക്കെ കണ്ടു കഴിയുമ്പം ആൾക്കാർ റിവ്യൂ പറയുന്നു. ആ റിവ്യൂവിനകത്ത് തന്നെ ഓണസ്റ്റ് റിവ്യൂ ആയിരിക്കണം. അത് കൂടാതെ തന്നെ അത് നല്ല സിനിമയാണോ അല്ല എങ്കിൽ ആ ഒരു സിനിമ ചിത്രീകരിച്ചത് മോശമായിട്ടാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതൊരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറത്തില്ല. അതുകൂടാതെ തന്നെ ഇപ്പം നമ്മളൊരു ആ ബുക്കിനെ പറ്റി നമ്മൾ വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ അങ്ങനത്തെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അതൊരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറത്തില്ല. ഇനി അടുത്തൊരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ സെൻഷർ ബൈ വൺ ഇൻ അതോറിറ്റി. അതെന്താന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്കൂളിൽ ഒരു കുട്ടി ഒരു സ്ലോ ലേണറാ, പഠിക്കാൻ കുറച്ച് പുറകോട്ടാ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ പറയുക, നീ പഠിക്കാൻ കുറച്ച് പുറകോട്ടാണല്ലോ, അല്ലെങ്കിൽ നീ കുറച്ച് ലേസിയാ പഠിക്കാൻ. സോ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ടീച്ചർ ആ കുട്ടിയോടോ ആ കുട്ടിയുടെ പാരൻസിൻ്റെ അടുക്കലോ പറയുകയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറത്തില്ല. അതും ഈ ഒരു എക്സെപ്ഷന്റെ പരിധിയിൽ വരുന്നു. അടുത്ത എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് ടു അതോറിറ്റി. അതിൻ്റെ നമുക്കൊരു എക്സാമ്പിൾ വഴി കാണാം. അതായത് ഇപ്പോൾ ഒരു വീട്ടിലെ ഒരു ഉടമ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നു, എൻ്റെ ബൈക്ക് ഒരാൾ മോഷ്ടിച്ചു, എനിക്ക് എൻ്റെ നെയ്ബറായിട്ടുള്ള ഇന്ന ആളെ സംശയമുണ്ട് എന്ന രീതിയിൽ ഒരാൾ പോലീസിൻ്റെ അടുത്ത് ചെന്ന് ഈ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറത്തില്ല. അടുത്തൊരു എക്സെപ്ഷനാണ് ഇംപ്യൂട്ടേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ്. സോ ഈ ഒരു എക്സെപ്ഷൻ കൊണ്ട് മെയിൻലി മനസ്സിലാക്കുന്നത് ഇതൊരു വാർണിംഗ് പോലാണ്. ലൈക്ക് നമുക്ക് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ വേറൊരാൾക്ക് കടം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത് മൂന്നാമത്തെ ഒരാളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഞാൻ ഇന്നാർക്ക് കടം കൊടുക്കാൻ ഇങ്ങനെ പോവുക. അപ്പം മൂന്നാമത്തെ ആള് പറയുക, വേണ്ട, ആൾക്ക് കൊടുക്കണ്ട, ആ ആൾക്ക് കൊടുത്താൽ തിരിച്ചു തരത്തില്ല എന്ന ഒരു കാര്യം പറയുക, എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക. സോ ഇതൊരു വാർണിംഗ് പോലല്ലേ, അതൊരിക്കലും ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറത്തില്ല. അതാണ് ഇതിന്റെ വേറൊരു എക്സെപ്ഷൻ. നമുക്കിനി ഡിഫമേഷന്റെ പണിഷ്മെന്റ് എന്താണെന്ന് കാണാം. വേറൊരാളെ പറ്റി ഒരു ഡിഫമേറ്ററി സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ ആ ആൾക്ക് പണിഷ്മെന്റ് ഒന്നെങ്കിൽ 2 years ഓഫ് ഇംപ്രിസൺമെന്റ്, അല്ലെങ്കിൽ ഫൈൻ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഉണ്ട്. അതായത് 2 years ഓഫ് ഇംപ്രിസൺമെന്റ്, പിന്നെ അത് കൂടാതെ ഫൈനും. ഇതൊക്കെയാണ് ഡിഫമേഷനെ പറ്റി. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടു ഡിഫമേഷൻ എന്താണ്, പിന്നെ എന്തൊക്കെയാണ് എസെൻഷ്യൽ ഓഫ് ഡിഫമേഷൻ, പിന്നെ ടൈപ്സ് ഓഫ് ഡിഫമേഷൻ, പിന്നെ എക്സെപ്ഷൻസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പണിഷ്മെന്റും നമ്മൾ കണ്ടു.